ചേട്ടാ ഒരു ചായ കുടിച്ചാലോ? നീ ബീഹാറിൽ ഉണ്ടാക്കുന്ന ചായ കുടിച്ചിട്ടുണ്ടോ? ഡൽഹി കിട്ടുമോ? പിന്നെ ഭയങ്കര രസാ. ബാ നമുക്ക് കുടിക്കാം. ഓക്കെ. ഇന്നത്തെ ഈ ചായയുടെ പ്രത്യേകത എന്ന് വെച്ചാലേ ഇവര് ഈ മൺ ഗ്ലാസിന്റെ അകത്താണ് ചായ തരുന്നത്. അപ്പൊ മാത്രമല്ല ഇത് ഈ ബീഹാറിൽ വലിയ തരത്തിൽ ഉണ്ടാക്കുന്ന ചായ ഈ മൺ ഗ്ലാസ് കൂടിയാണിത്. അപ്പൊ ലാലു പ്രസാദ് യാദവ് ചായ കുടിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അല്ല, അത് മാത്രമല്ല, അയാൾ നേരത്തെ മന്ത്രിയായിരുന്നല്ല, റെയിൽവേ മന്ത്രിയായിരുന്നല്ല. അപ്പോ ഈ റെയിൽവേ മന്ത്രിയായിരുന്ന സമയത്ത് റെയിൽവേയിൽ മൊത്തം ട്രെയിനിൽ ഈ ചായ കൊണ്ടുവരണം എന്ന രീതിയിൽ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടി കൂടുതൽ തൊഴിൽ കിട്ടുന്ന ഒരു രീതിയായിരുന്നല്ലോ. മാത്രമല്ല ഒരു മികച്ച ആ ഒരു റെയിൽവേ മന്ത്രി എന്ന രീതിയിൽ വലിയ IIT-ലൊക്കെ പോയി ക്ലാസ് ഒക്കെ എടുത്തിരുന്നു. അങ്ങനെ വളരെ മനോഹരമായിരുന്നു. ചേട്ടാ, ഈ നിതീഷ് ആദ്യ കാലഘട്ടത്തിൽ സർക്കാർ ജോലിക്കാരനായിരുന്നു അല്ലേ? നിതീഷ് എന്ന് വെച്ചാലേ, നിതീഷ് ഈ എഞ്ചിനീയർ ആണ് ബേസിക്കലി. അദ്ദേഹം ബീഹാർ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു ജോലി ചെയ്തത്. പിന്നീട് നമ്മുടെ JP മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വരികയും രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഈ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിനൊക്കെ ഒരു അറുതി വരുത്തിയ JP മൂവ്മെന്റ്, ഈ JP മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ലാലു പ്രസാദ് യാദവ്, നിതീഷ് കുമാർ ഇവരെല്ലാരും എത്തി. നമുക്ക് ചായ കുടിക്കാം. ബാബുലാൽ നമസ്തേ. दो चाय दे दो। बाबूलाल भैया, कप में दे दूं? आप इधर आए तो कितना साल हो गया? मेरे को बहुत दिन हो गया। बहुत दिन? हाँ। अभी तो कितना साल? 20 साल के लमसम में हो गया। 20 साल से? हाँ। अभी तो बिहार में चुनाव है, ये चुनाव में कौन जीतेगा? चुनाव है, उम्मीद है गठबंधन सरकार बनेगी। गठबंधन सरकार बनेगी? गठबंधन बनेगी, अकेले किसी की नहीं बनेगी। अकेले तो उम्मीद है गठबंधन ही बनेगी, अकेला कोई नहीं बनेगा। नितीश चाचा कैसा है? ठीक है, पर आदमी सोचता है एक युवा नेता भी आना चाहिए, तेजस्वी जैसे है। आदमी सोचता है एक नया युवा नेता भी आना चाहिए। 1 विदाउट शुगर। ഇപ്പൊ ബാബുലാൽ പറഞ്ഞു കേട്ടില്ല, അവിടെ വലിയൊരു മാറ്റമാണ് ഈ ബാബുലാലിനെ പോലെ ആൾക്കാർ പറയുന്നത്. കാര്യം തേജസ് വീണ്ടും മുഖ്യമന്ത്രിയാകും, ലാലു കാ ബേട്ട മുഖ്യമന്ത്രിയാകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പക്ഷേ എല്ലാവരും ഈ ഭാഗത്ത് ഇന്ന് വാർത്താ സമ്മേളനം നടത്തി തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തേജസ്വി യാദവാണെന്ന് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ഈ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി തുടരുമെന്ന് ഔദ്യോഗികമായി BJP ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്തൊരു പ്രശ്നം തോന്നുന്നുണ്ടോ സജീവന്? സുമോട്ട്, അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം നിതീഷിനെ പിണക്കാൻ എന്തായാലും BJP തയ്യാറാവത്തില്ല. കാര്യം 3ാം മോദി സർക്കാരിന്റെ മുൻപോട്ടുള്ള യാത്രയിൽ നിതീഷ് ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര അവരുടെ സ്ഥിതി പരിങ്ങലിലാവും. അത് മോദിക്കും അമിത്ഷായ്ക്കും നന്നായിട്ട് അറിയാം. കാര്യം നിതീഷ് എന്ന് പറയുന്ന ഒരു സീസണൽ പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു, അത് അൺപ്രഡിക്റ്റബിൾ ആണ്. അദ്ദേഹത്തെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഒരു തമാശയായിട്ട് പറയുന്നത് വെച്ചാലേ, ഈ മെസ്സി ഫുട്ബോൾ വെട്ടിക്കുന്നതും കേരളത്തിലെ ഓട്ടോറിക്ഷക്കാർ ഓട്ടോ വെട്ടിക്കുന്നതും നിതീഷ് മാറുന്നതും എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നിതീഷ് കുമാറിനെ കളിയാക്കി കുർസി കുമാർ എന്നാണ് പറഞ്ഞത്. കാരണം പല മുന്നണികളോടൊപ്പം മാറി മാറി മത്സരിക്കുന്നു. മാത്രമല്ല, ഇതിനകത്ത് ഒരു 10-20 വർഷമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് ആര് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ആര് എന്നുള്ളതിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല, അത് നിതീഷ് കുമാർ തന്നെയായിരുന്നു. ഇത്തവണ നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനം തന്നെ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ LJP അധ്യക്ഷൻ ചിരാഗ് പാസ്വാന് മുഖ്യമന്ത്രിയാണെന്നുള്ള ചെറിയൊരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തെ വെട്ടാൻ വേണ്ടിയുള്ള എല്ലാ അടവുകളും നിതീഷ് പയറ്റുകയുണ്ടായി. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് അമിത്ഷാ 2 ദിവസം അവിടെ തുടർന്നത്. പക്ഷെ ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. BJPയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു മഹാരാഷ്ട്ര മോഡലിലേക്ക് ബീഹാറിനെ മാറ്റുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ, ഹിന്ദി ഹൃദയഭൂമിയിൽ BJPക്ക് ഒരു മുഖ്യമന്ത്രി ഇല്ലാത്ത ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാറാണ്. ഇതുവരെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ആദ്യം കുറച്ച് 1980 വരെ അവിടെ കോൺഗ്രസ് ആയിരുന്നു. പിന്നീട് RJD വന്നു, വീണ്ടും കോൺഗ്രസ് വന്നു, ഇപ്പോൾ RJD ആണ്. കുറച്ച് വർഷങ്ങളുണ്ട്. 2005 മുതലാണ് നിതീഷ് അധികാരം പിടിക്കുന്നത്. 2 പതിറ്റാണ്ട് കാലമായിട്ട് നിതീഷ് ഭരിക്കുവാണ്. ഇപ്പോൾ ഈ ബാബുലാൽ പറഞ്ഞതുപോലെ തൊഴിലില്ലായ്മയുണ്ട്. 3 കോടി ആൾക്കാരാണ് പുറത്തുപോയി ജോലി ചെയ്യുന്നത്. കാര്യം ഈ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയ ആൾക്കാരെല്ലാം ഈ പുറത്തുപോയി ജോലി ചെയ്യുന്നവരാണ്. അവരിവിടെ വന്ന് ഡൽഹി, മറ്റു സംസ്ഥാനങ്ങളിൽ വന്ന് ഇപ്പം ചായക്കട നടത്തുന്നു, മറ്റു ജോലികൾ ചെയ്യുന്നു. അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. വലിയ പ്രതിസന്ധിയുണ്ട്. എന്തായാലും നിതീഷ് കുമാറിന്റെ ആഗ്രഹം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവണമെന്ന് മാത്രമുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തെ വെട്ടാൻ വേണ്ടിയുള്ള എല്ലാ അടവുകളും അണിയറയെ ഒരുക്കമാണ്. അതിന് ഇനി സമയം മാത്രം കുറച്ചാൽ മതി. ഒരു തൂക്കു മന്ത്രിസഭയാണ് വരാൻ പോകുന്നതെങ്കിൽ അവിടെ നിതീഷ് കുമാറിനെ മാറ്റി ചിരാഗ് പാസ്വാനെ മുഖ്യമന്ത്രിയാക്കുന്നു. അല്ലെങ്കിൽ ടേംസിലേക്ക് 2.5 വർഷക്കാലം നിതീഷിന് കൊടുത്തുകൊണ്ട് ഒരു അടിയറവ് നയമായിരിക്കും BJP അവിടെ പയറ്റാൻ പോകുന്നത്. ഈ ഇതുവരെയുള്ള തുടർന്നു പോന്നിരിക്കുന്ന ഒരു മന്ത്രിസഭ നമ്മൾ പരിശോധിച്ചാൽ മത്സരത്തിൽ എപ്പോഴും
ഈ NDA സഖ്യത്തിലെ ഒരു സീനിയർ കക്ഷി എന്ന് പറയുന്നത് JDU ആയിരിക്കും. ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത് JDU. കഴിഞ്ഞ തവണ തന്നെ ഏറ്റവും കൂടുതൽ മത്സരിച്ചത് JDU ആയിരുന്നു. നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം സീറ്റ് 53 സീറ്റുകൾ മാത്രമാണ് കിട്ടിയത്. പക്ഷേ 73 സീറ്റ് നേടി BJP ഒന്നാമതെത്തിയായിരുന്നു. അതായത് NDA സഖ്യത്തിൽ ഒന്നാമതെത്തിയായിരുന്നു. പക്ഷേ അപ്പോഴും ഈ ജൂനിയർ പാർട്ണറായ ഇവരെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തത്. പക്ഷേ ഇത്തവണയാണ് BJP 101, JDU 101 എന്ന രീതിയിൽ മത്സരിച്ചത്. ഇതിനു മുമ്പ് ഒരു 101 സീറ്റിലേക്ക് നിതീഷ് ഒതുങ്ങേണ്ടി വന്നിരിക്കുന്നത് ഒരു 2015 ആ സമയത്തായിരുന്നു. കാര്യം അന്ന് RJD ആയിട്ട് മത്സരിച്ച സമയത്ത് 101 RJD, 101 JDU, ബാക്കി 40 സീറ്റിലേക്ക് കോൺഗ്രസ് എന്ന രീതിയിലായിരുന്നു സഖ്യമുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നിതീഷിന് വലിയ രീതിയിൽ കീഴടങ്ങേണ്ടി വന്നിരിക്കുകയാണ്. കാര്യം അയാളുടെ വലിയ മുഖ്യ ശത്രുവായിട്ട് അതിനുള്ളിൽ തന്നെ ഉള്ളത് ചിരാഗ് പാസ്വാനാണ്. ചിരാഗ് പാസ്വാൻ നേരത്തെ LJPയുടെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അയാൾക്ക് 29 സീറ്റ് കൊടുത്തതിൽ ഒട്ടും തൃപ്തി ഉണ്ടായിരുന്നില്ല. കാര്യം നിലവിൽ ഒരു സീറ്റിൽ മാത്രം ജയിച്ച ആളാണ്. ഈ ഒരു സീറ്റിൽ ജയിച്ച ആൾക്ക് എന്തിനാണ് 29 സീറ്റ് കൊടുക്കുന്നതെന്നാണ് നിതീഷ് കുമാർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ചോദ്യത്തിലെ എല്ലാ ചോദ്യങ്ങളെയും കട്ട് ചെയ്തുകൊണ്ടാണ് നിതീഷ് കുമാറിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഒരു 101 രീതിയിൽ ഒരുമിച്ച് പിടിക്കാൻ പറ്റിയത് ഒരു BJPക്ക് മേൽക്കൈ നേടുന്നത് തന്നെയാണ്. മാത്രമല്ല ഈ ബാക്കിയുള്ള NDAയിലെ കക്ഷികളുണ്ടല്ലോ, ഇവരെല്ലാം BJP എവിടെ പറഞ്ഞാൽ അവിടെ കേൾക്കുന്ന പാർട്ടികളാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ BJP എന്ന് പറയുന്നത് അതൊരു തിമിംഗലത്തെ നമ്മൾ എങ്ങനെ, അതായത് തിമിംഗലം ഇരപിടിക്കുന്ന എങ്ങനെയാണ്, അതിങ്ങനെ വാ തുറന്നു വെക്കും. ഇപ്പൊ ചെറിയ മീനുകളൊക്കെ ആ വായ്ക്കകത്തേക്ക് വന്നു കയറും, പെട്ടെന്ന് അങ്ങ് വായടയ്ക്കും. അതുപോലെയാണ് BJP. നമ്മൾ പല സംസ്ഥാനങ്ങളിൽ കണ്ടാണ്. ഈ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ NCP രണ്ടായിട്ട് പിളർത്തുന്നു, അതോടൊപ്പം തന്നെ ശിവസേനയെ പിളർത്തുന്നു. സെയിം സ്ട്രാറ്റജി. ശിവസേനയായിരുന്നു ഒന്നാമത്തെ പാർട്ടി, ആദ്യം BJP ജൂനിയർ പാർട്ണറായിരുന്നു, പിന്നെ നേരെ തിരിയുന്നതാണ് കാണുന്നത്. അതേ സമാനമായ സ്ഥിതിയാണ് നിതീഷിനെ കാത്തിരിക്കുന്നത്. നിതീഷിന്റെ ഭാവി ഈ തെരഞ്ഞെടുപ്പോട് കൂടി അസ്തമിക്കുകയാണ്. കാര്യം JDUവിന് നിതീഷിന് പിന്നാലെ മറ്റൊരു മുഖമെടുത്ത് കാട്ടാനില്ല. അദ്ദേഹം വളർത്തിയില്ല. അദ്ദേഹം ഒരു അരിസ്റ്റോക്രാറ്റായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. ഞാൻ മതി, എനിക്ക് ശേഷം പ്രളയം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ചിന്താഗതി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു നേതാവിനെയും വളർത്തിയില്ല. മാത്രമല്ല നേരത്തെ അദ്ദേഹത്തിന്റെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, സ്റ്റീൽ മന്ത്രിയായിരുന്നു ഈ മന്ത്രിസഭയിൽ. അദ്ദേഹം രാജ്യസഭാ കാലാവധി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു മന്ത്രി രാജ്യസഭാംഗം അയക്കില്ല. ഉടനെ തന്നെ അയാൾ അവിടുന്ന് പിരിഞ്ഞുപോയി പുതിയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ദേശീയ പ്രസിഡന്റിനെയൊക്കെ നിമിഷ നേരം കൊണ്ട് ഒരു കോൺഫറൻസ് വിളിച്ചിട്ട് മാറ്റി. കാര്യം നിതീഷ് തന്നെയാണ് ഒരു സർവ ഛത്രാധിപതി എന്ന് പറയല്ലേ, ആ രീതിയിൽ ആ പാർട്ടിയിലെ കൊണ്ടുപോകുന്നത്. സിനിമയിൽ പറയുന്ന പോലെ ഞാനും അപ്പനും സുഭദ്ര എന്തായിരുന്നു ഒരു ട്രസ്റ്റാന്ന് പറയുന്ന പോലെ നിതീഷിന് ഇഷ്ടമുള്ള 2-3 പേര് ചേർന്നാണ് ഈ പാർട്ടി. അവര് പറയുന്നതാണ്. കാര്യം ഈ നിതീഷിന്റെ ആദ്യം സീറ്റ് കൊടുക്കാത്തതിന്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് അപ്പനും ശ്രീദേവിയെങ്കിലും ഇവിടെ ഒരാൾ മാത്രമേ. അതെ ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ നിതീഷിനുള്ളത്. എന്തായാലും നിതീഷിനെ കാത്തിരിക്കുന്നത് നമ്മൾ ഈ ഒഡീഷയിലെ നവീൻ പട്നായിക്കിന്റെ സ്ഥിതി നമ്മൾ കണ്ടതാണ്. നവീൻ പട്നായിക്കിനെ എങ്ങനെയാണ് BJP അദ്ദേഹത്തിന്റെ ചിത്രത്തിലേ നിന്ന് വെട്ടിക്കളഞ്ഞതാണ്. അങ്ങനെ ഒരു പാർട്ടിയുടെ മുഖച്ഛായ തന്നെ BJPയോട് മാറ്റി മാറുന്നത്. സമാനമായ സ്ഥിതിയാണ് എന്തായാലും നിതീഷിനെ കാത്തിരിക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. സുമയുടെ ഇന്ത്യ മുന്നണി രൂപീകരിക്കാനേ ആദ്യം കച്ചകെട്ടി ഇറങ്ങിയത് നിതീഷ് കുമാറാണ്. ഒടുവിൽ അദ്ദേഹം ആ വാർത്താ സമ്മേളനം ചേട്ട ഉണ്ടായിരുന്നല്ലേ, ഒടുവിൽ അദ്ദേഹത്തിന് ചെയർമാൻ സ്ഥാനത്തെ പറ്റി അദ്ദേഹം പിണങ്ങി മമത ആവശ്യം ഉന്നയിച്ചതോടെയാണ് അദ്ദേഹം ഇതിൽ നിന്ന് ഉപേക്ഷിച്ചു പോയതും സർക്കാർ അവിടെ വീഴാൻ കാരണമായത്. സജു പറഞ്ഞ പോലെ ഞാനന്ന് ആ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ പാറ്റ്നയിൽ പോയിരുന്നു. മുഖ്യമന്ത്രിയുടെ വസതി വെച്ചിട്ടാണ് ഈ യോഗം നടക്കുന്നത് തന്നെ. അന്ന് നിതീഷ് കുമാർ ഇങ്ങനെ നടന്നു വരുന്നൊരു വിഷലൊക്കെ ഉണ്ടായിരുന്നു. കാര്യം അത് അദ്ദേഹത്തിന് ഒരു ഇതിന്റെ കൺവീനറായിട്ട് ഒരു പ്രൊജക്ട് ചെയ്ത് കാണിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യമുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ ഈ മമതാ ബാനർജിക്ക് താല്പര്യമുണ്ടായിരുന്നു. ഈ മറ്റു പാർട്ടികളാരും, ഈ അഖിലേഷ് യാദവ് ഉണ്ട്, അങ്ങനെയുള്ള ഈ പാർട്ടികളാരും നിതീഷിനെ അങ്ങനെ ഒരു കൺവീനറായിട്ടോ അല്ലെങ്കിൽ ഒരു അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടോ ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസിന് തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാര്യം മല്ലികാർജ്ജുന ഖാർഗെ, അതേപോലെ തന്നെ ഇദ്ദേഹം രാഹുൽ ഗാന്ധിയുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിക്കകത്ത് കോൺഗ്രസ് ഒരു മെയിൻ പാർട്ണറാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അവർക്കൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിതീഷ് കുമാറിനെ ഒരു ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. അതോടുകൂടിയാണ് അദ്ദേഹം തിരിച്ചുപോയത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പം നിരന്തരം ആക്ഷേപിക്കും. പക്ഷെ വേറൊരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം ഈ നിതീഷ് കുമാർ RJD സഖ്യത്തിന്റെ ഒപ്പം പോയപ്പോൾ പോലും ഇവിടുന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും ബീഹാറിലെ നേതൃത്വത്തിനൊരു മെസ്സേജ് കൊടുത്തിരുന്നു. നിങ്ങൾ ഒരു കാരണവശാലും നിതീഷ് കുമാറിനെ അസഭ്യം പറയരുത്, ആ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ എതിർക്കരുതെന്ന്. അതിന്റെ ഒരു പ്രധാന പ്രശ്നമെന്ന് വെച്ചാൽ മോദിക്കറിയാം ഇത് ഇയാൾ പോയാലും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാനുള്ള ആൾക്കാരാണ്. കാര്യം അവരുടെ കൂടി സഹായത്തോടുകൂടി തന്നെ ആയിരിക്കും ഇനിയൊരു സർക്കാർ അവിടെ രൂപീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജൂനിയർ പാർട്ണറായിട്ട് പോലും. കാര്യം ജൂനിയർ പാർട്ണർ കോൺഗ്രസ് ഇതുപോലെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. നേരത്തെ കർണാടകയിൽ JDS ഉണ്ടായിരുന്ന സമയത്ത് JDSന് കുറഞ്ഞ സീറ്റുള്ള JDSന് മുഖ്യമന്ത്രിയായിക്കൊണ്ട് കോൺഗ്രസ്
രണ്ടാം വലിയ കക്ഷിയായ കോൺഗ്രസ് മാറി നിൽക്കുകയായിരുന്നു ചെയ്തത്. ഇന്നലെ പപ്പു യാദവ് നിതീഷിനെ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നിതീഷിന് എപ്പോ വേണമെങ്കിലും ഈ സഖ്യത്തിലേക്ക് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ചൂണ്ടയിട്ടിട്ടുണ്ട്. അതെ, നിതീഷ് അതിൽ കൊത്തുമെന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്നത്. പക്ഷെ ഇന്നത്തെ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പോ സജുവല്ല ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തത്, ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവാണ്. ശരി, അതിനുശേഷം ഈ ഇതിന് ചാർജുള്ള അശോക് ഗെഹ്ലോട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ശരി, ഇനി നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? അതൊരു ചെക്കാണ്. അതൊരു ചെക്കാണ്. അതെ, ഞങ്ങൾ വെച്ചു, ഞങ്ങൾ കരു നീക്കി, നിങ്ങൾ ഇനി എന്താണ് നീക്കുക എന്നുള്ളതാണ്. അത് വലിയൊരു ചോദ്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഒരു ഉരുണ്ടുകൂടിയ പ്രതിസന്ധി അത് വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുമെന്ന് അറിയാം. അത് ആളിക്കത്തിക്കാൻ വളരെ എന്താ പറയാ തന്ത്രപരമായിട്ടുള്ളൊരു രാഷ്ട്രീയ തന്ത്രമുള്ള അല്ലെങ്കിൽ തന്ത്രം മെനയുന്ന ആളാണ് അശോക് ഗെഹ്ലോട്ട്. രാജസ്ഥാനിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് അവിടെ പിച്ച് ചെയ്തേക്കുവാണ്. ഞങ്ങൾ ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനത്തെ മുന്നോട്ട് വെച്ചു. നമ്മുടെ ഈ രാജസ്ഥാൻ ഇതിന് അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അട്ടിമറിക്കാൻ വേണ്ടി BJP പല ശ്രമം നടത്തി. പക്ഷെ അത് നടന്നില്ല. കാരണം അത്രക്ക് ഒരു നോർത്ത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിലുള്ള ചാണക്യനാണ്. അയാളാണ് ഈ ചോദ്യം മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ നിതീഷിനെ മുഖ്യമന്ത്രിയാക്കി പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ള കാര്യം. 3 നിരീക്ഷകരെ അവിടെ AICC നിരീക്ഷിച്ചത് ആരൊക്കെയാണ് നിയോഗിച്ചത്? അശോക് ഗെഹ്ലോട്ട്, അവരൊപ്പം തന്നെ മറ്റു രണ്ടുപേരും, അതായത് ഭൂപേഷ് ബാഗൽ അടക്കമുള്ളവരെ അങ്ങോട്ടേക്ക് മുഖ്യമന്ത്രിമാരാണ്. അവരെ നിയമിച്ചതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഒരേ സമപ്രായക്കാരാണല്ലോ. ഈ നിതീഷ് കുമാർ, ലല്ലു, അശോക് ഗെഹ്ലോട്ട്, ഇവരെല്ലാം സമപ്രായക്കാരാണ്, സമകാലിക രാഷ്ട്രീയക്കാരാണ്. അപ്പൊ ഇവർക്കറിയാം കൃത്യമായിട്ട്. അപ്പോൾ ഈ പ്രായത്തിന്റെ കാര്യം പറഞ്ഞാൽ പോലും നിതീഷ് കുമാറിന് 74 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ സാധാരണ ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ ഒരു പ്രായം എടുത്താൽ 74 അങ്ങനെ വലിയൊരു പ്രായമല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വെച്ചിട്ട് 50 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു ചെറുപ്പം കഴിഞ്ഞു എന്നുള്ള അംഗീകരിക്കുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ വളരെ ബുദ്ധിമുട്ടേറിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ബാബുലാലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രിയെ ഒരു ബീഹാർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെയാണ് ഈ തേജസ്വിക്ക് വഴി തുറക്കുന്നതും പുറത്തേക്കുള്ള വഴി നിതീഷ് കുമാർ ഒരുങ്ങുന്നതും അവിടെ തന്നെയാണ്.